കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിൻ ജാഫറിന്റെ വ്യക്തിശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ മോഹൻലാൽ കാണിച്ചതു മുതൽ ഹൗസ്മേറ്റ്സ് ആയിട്ടുള്ള മറ്റുള്ളവർ ജാസ്മിനെതിരെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്ന ആയുധവും അതുതന്നെയാണ്. ചായ എടുക്കുന്നതിനിടയിൽ ജാസ്മിന് തുമ്മൽ വരികയും അവിടെ നിന്നും മാറി നിന്ന് തുമ്മാതെ മുഴുവൻ ചായയും ഒഴിച്ചു വച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ തുമ്മിയതുമാണ് വീഡിയോയിലുണ്ടായിരുന്നത്. അടുത്തുനിന്ന് അപ്സര ചെറുതായി തട്ടിയപ്പോൾ സാരമില്ല, നമ്മൾ മാത്രമേ കണ്ടുള്ളൂ, ചായക്ക് ടേസ്റ്റ് കൂടട്ടെ എന്ന് ജാസ്മിൻ പറയുകയും ചെയ്തു. അപ്സരയും ആ സമയം ജാസ്മിന്റെ പ്രവൃത്തിയെ വിമർശിച്ചില്ല. വീഡിയോ ലാലേട്ടൻ കാണിച്ച ശേഷം ഹൗസ്മേറ്റ്സ് എല്ലാം ജാസ്മിന്റെ ശുചിത്വമില്ലായ്മയെ ചോദ്യം ചെയ്താണ് ഇപ്പോൾ ഗെയിം കളിക്കുന്നത്. മാത്രമല്ല, താൻ 2 ദിവസം കൂടുമ്പോൾ മാത്രമാണ് കുളിക്കാറുള്ളതെന്നും ജാസ്മിൻ വെളിപ്പെടുത്തിയിരുന്നു. നോറ കഴിഞ്ഞ ദിവസം ജാസ്മിന്റെ വൃത്തിയില്ലായ്മയെക്കുറിച്ച് പരസ്യമായി കുറ്റപ്പെടുത്തി സംസാരിച്ചിരുന്നു. ഇപ്പോഴിതാ ആ വിഷയം ജാസ്മിനും ഗബ്രിയും തമ്മിൽ ചർച്ച ചെയ്യുന്ന വീഡിയോയാണ് വൈറലാകുന്നത്. ഏതു സമയവും പേൻ പെറുക്കി നടക്കുന്ന നോറയ്ക്ക് തന്റെ വ്യക്തി ശുചിത്വത്തെ കുറ്റം പറയാൻ അവകാശമില്ല എന്നാണ് ജാസ്മിൻ ഗബ്രിയോട് സംസാരിക്കവേ പറഞ്ഞത്. തുമ്മിയ ചായ നിനക്ക് കളയാമായിരുന്നില്ലേ എന്ന് ഗബ്രി ചോദിച്ചപ്പോഴാണ് ജാസ്മിന്റെ വിശദീകരണം. ഓ പിന്നെ, തുമ്മിയെന്ന് പറഞ്ഞ് ഒരു കലം ചായ കളഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഭൂകമ്പമുണ്ടായേനെ എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. ആ പ്രവൃത്തി ചെയ്തിട്ട് അത് ഒളിപ്പിച്ചു വെക്കരുതായിരുന്നുവെന്നും എല്ലാവരോടും പറയണമായിരുന്നുവെന്നും ഗബ്രി പറഞ്ഞു. ഒന്നും കുളിച്ചൂടെ നിനക്കെന്ന് ഗബ്രി ചോദിച്ചപ്പോൾ എന്നെ മണക്കുന്നുണ്ടോ എന്ന് ഗബ്രിയുടെ അടുത്തേക്ക് ചെന്ന് ജാസ്മിൻ ചോദിച്ചു. നാറ്റുമൊന്നുമില്ല, സ്പ്രേയുടെ മണമാണ് വരുന്നതെന്നും ഗബ്രി അതിന് മറുപടിയായി പറയുന്നുണ്ട്. ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിലേ കുളിക്കൂ, ഞാൻ ശീലിച്ചത് അതാണ്. പിന്നെ നോറ പറഞ്ഞ റീസൺ എനിക്കിഷ്ടപ്പെട്ടില്ല. എനിക്ക് ഹൈജീൻ കുറവാണെന്നാണ് നോറ പറയുന്നത്. പക്ഷെ എൻ്റെ തലയിലെ പേൻ കണ്ടോ എന്നും പറഞ്ഞ് അവൾ നടക്കാറില്ലേ? അങ്ങനെ പറഞ്ഞു നടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സ്കിറ്റ് കളിച്ചപ്പോൾ പോലും അൻസിബ നോറയുടെ ആ മാനറിസമാണ് ഉപയോഗിച്ചത്. എനിക്ക് ഇതൊക്കെ നാട്ടുകാർ കേട്ടാൽ പ്രശ്നമില്ലെന്നും ജാസ്മിൻ ഗബ്രിയോട് പറഞ്ഞു. ദിവസവും കുളിക്കണമെന്ന് കഴിഞ്ഞ ദിവസം റസ്മിനും ജാസ്മിനെ ഉപദേശിച്ചിരുന്നു. പക്ഷേ പറ്റില്ലെന്നായിരുന്നു ജാസ്മിന്റെ മറുപടി. താൻ കുളിക്കാത്തത് മറ്റാർക്കും ഹൗസിൽ ശല്യമാകുന്നില്ല എന്നതിനാൽ അതോർത്ത് ആരും സങ്കടപ്പെടേണ്ടതില്ലെന്നും ജാസ്മിൻ റസ്മിനോട് പറഞ്ഞിരുന്നു.